വയനാട് DCC ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ പുരയിടവുമായി ബന്ധപ്പെട്ട ആധാരം കുടുംബത്തിന് തിരികെ ലഭിച്ചു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നുള്ള വായ്പാ തുക KPCC തിരിച്ചടച്ചതോടെയാണ് രേഖകൾ മടക്കി നൽകിയത്. രേഖകൾക്ക് 2 ജീവന്റെ വിലയെന്ന് NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. NM വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയും നേരിട്ടെത്തിയാണ് ബാങ്കിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങിയത്. പാർട്ടി വരുത്തിവെച്ച ബാധ്യത കോൺഗ്രസ് വീട്ടിയെന്നും നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ 2 ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും പത്മജ. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCCയിലുള്ളവർ ഇതാക്കാം. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വായ്പാ തുകയായ 58,23,000 രൂപയാണ് KPCC ഇന്നലെ ബാങ്കിൽ അടച്ചത്. ആകെ 87 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയാണ് കോൺഗ്രസ് വീട്ടിയത്. കോൺഗ്രസ് വാക്കുപാലിച്ച സാഹചര്യത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വാക്കുപാലിക്കണമെന്ന് T സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ ബാധ്യതകൾ തീർക്കാൻ തയ്യാറാകണം. NM വിജയേട്ടന്റെ മരണത്തിന് ശേഷം പാർട്ടി ഏറ്റെടുത്ത എല്ലാ ദൗത്യവും നിർവഹിച്ചു. തിരിച്ച് ഗോവിന്ദൻ മാഷും ശ്രീ ജയരാജനും അവിടെ വന്ന് പറഞ്ഞത് ഞങ്ങളത് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ആ പണമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.